തൊഴുത് നമസ്കരിക്കുകയാണ്. ഇത് കണക്ക് ഒരു മലയാളത്തിൽ കഴിവുള്ള ഒരു നടൻ ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ പടം ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ തന്നെ ഈ പടത്തിന് ഞാൻ കയറിയത്. പക്ഷേ ഔട്ടായിട്ട് പറയുകയാണെങ്കിൽ പക്ഷേ അങ്ങനെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ആക്ടറാണെന്ന് തോന്നുന്നു. ഒന്നും പറയാനില്ല, പൊളിച്ചളാണ്. പക്ഷേ RDXനെക്കാട്ടി പൊളിയാട്ടോ പടം. കാരണം വെച്ചാൽ നമുക്ക് കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൊമാൻറ്റിക്കലും ഉണ്ട്. പ്രേമെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും മോനും ഒരേ കണക്കല്ലേ പ്രേമിക്കുന്നത്, അവസാനം വരെ പ്രേമം. പിന്നെ അതിനെക്കാട്ടി ഞെട്ടിച്ചതിന് നമ്മളൊരു താരമുണ്ട്, ആരെന്നറിയാമോ? ഷെയ്ൻ ടോം ചാക്ക. അയാൾ ഈ വേഷം ചെയ്തതിന് അയാളെ സമ്മതിച്ചവർ മലയാളത്തിൽ ഒരു നടനും അങ്ങനെ ചെയ്തിട്ടില്ല. പൊളിയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പടം അങ്ങേര് വന്നതിന് ശേഷമാണ് പടം വേറെ ലെവലായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. തൊഴുത് നമസ്കരിക്കുകയാണ്. ഇത് കണക്ക് ഒരു മലയാളത്തിൽ കഴിവുള്ള ഒരു നടൻ ഇല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബ്രോ, എനിക്ക് പടം ബേസിക്കലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് കണ്ട 2 പടം വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയും കുടുംബശ്രീ കുഞ്ഞോടുമാണ്. ആ 2 പടവും കണ്ടന്റ് വൈസ് കൊള്ളാം, പക്ഷേ അത് എടുത്തു വന്നപ്പോൾ വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി. അപ്പോൾ ഈ പടം ഒരു എക്സ്പെക്ടേഷൻ ഒന്നും വെക്കാതെ തന്നെ ഈ പടത്തിന് ഞാൻ കയറിയത്. പക്ഷേ ഔട്ടായിട്ട് പറയുകയാണെങ്കിൽ 3 പേരുടെ പ്രണയം, അതായത് ഇൻ്റർവ്യൂ അവർ പറഞ്ഞതാണ്. അപ്പോൾ അത് തന്നെ വളരെ ഒരു ഫ്ലോയിൽ ഒരാൾക്കും ഇറിറ്റേറ്റിംഗ് ആവാതെ വളരെ ഒരു ഹ്യൂമർ അത് വേണ്ട രീതിയിൽ ചേർത്തിട്ട് നല്ലൊരു രസമായിട്ട് ഈ ഫിലിം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റും അവരുടേതായ രീതി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷെയ്ൻ ബ്രോ ആണെങ്കിലും പുള്ളി സ്ഥിരം ചെയ്യുന്നവരുടേതല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഷെയ്നും ഷൈനും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ഒരു ഫിലിമാണ്. കാരണം ഈ ഫിലിം തരുന്ന സോഷ്യൽ മെസ്സേജ് ഉണ്ട് ബ്രോ. അപ്പോൾ അത് ഒരു സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് കുറച്ചും കൂടി വരണം. മാത്രമല്ല ഈ സിനിമ തന്നെ ഒരു വിദേശ രാജ്യങ്ങളിലാണ് എന്തുകൊണ്ടാണ് ഇത് UAE-ലൊക്കെ റിലീസ് ചെയ്യാത്ത കാര്യം പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും സിനിമ കാണണം. നല്ല മൂവി ഉണ്ട്. ഷൈൻ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അതെ, നല്ല മൂവിയാണ്. സംഭവം കോമഡിയാണ് വരുന്നത്. കോമഡിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കോമഡി അതെ നല്ല രീതിയിലുണ്ട്. നമുക്ക് ബോറടിക്കത്തില്ല എന്തായാലും. ഫസ്റ്റ് ഹാഫും അടിപൊളിയായിരുന്നു, സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല, നല്ലതാണ്. നൈസ് മൂവിയാണ് ബ്രോ. നമ്മൾ ഇതുവരെ കണ്ട ഷെയ്ൻ്റെയും ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ അവർ നല്ല ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വാച്ച് മൂവിയാണ്, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, ഫുൾ കോമഡി ആയിരുന്നു. നൈസ് മൂവിയാണ്. കോമഡി സ്റ്റാർട്ട് ടു എൻഡ് വരേക്കും നൈസ് കോമഡി ആയിരുന്നു. ബാബുരാജും ഷെയ്നും ഒക്കെ നല്ല, അവരുടെ കോംബോ നൈസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. 2 ജനറേഷനിലുള്ള ലവ് സ്റ്റോറി കൊണ്ടുവന്നിട്ട് ഒരു പുതിയ തീം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ട്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. കോമഡി ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് കൊള്ളായിരുന്നു, അതാണ് പറഞ്ഞത്. പടം കൊള്ളാം, നൈസ് പടമാണ്. അതായത് പടത്തിൽ കോമഡി ഉണ്ട്, പിന്നെ എന്താ പറയുക, റൊമാൻസ് ഉണ്ട്, പിന്നെ സീരിയസ് ആയിട്ട് കുറേ എലമെന്റ്സ് ഉണ്ട്. ആക്ച്വലി ട്രെയിലർ കണ്ടപ്പോൾ ഞാനൊരു സിമ്പിൾ പടം ഒരുക്കുന്ന വിചാരിച്ചു, പക്ഷെ അങ്ങനല്ല. പടം ആക്ച്വലി എന്താ പറയുക, അത്യാവശ്യം നല്ല പടം തന്നെയാണ്. ഒരുപാട് നല്ല എലമെന്റ്സ് ഉണ്ട്, നമുക്ക് നല്ലവരും ഇഷ്ടപ്പെടും. പിന്നെ ഈ പടത്തിലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മത്സരിച്ച് അഭിനയിച്ചു എല്ലാവരും. ബാബുരാജ്, ഷെയ്ൻ നിഗം, പിന്നെ അതുപോലെ നമ്മുടെ രഞ്ജി പണിക്കർ, പിന്നെ ഷൈൻ ടോം പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായൊരു വേഷമാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോറിനർ ആക്ടറുണ്ട്. എനിക്ക് പക്ഷേ അങ്ങനെ പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല, എനിക്ക് തോന്നുന്നു അദ്ദേഹം വലിയ ആക്ടറാണെന്ന് തോന്നുന്നു. കാരണം സെന്റിമെന്റ്സ് രംഗങ്ങളും അതുപോലെ എന്താ പറയുക, ബാക്കി കാഷ്വൽ ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള നടനായിട്ട് തോന്നി. ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണ്.